സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇപ്പം അടുത്ത കാലത്ത് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് ഡാഷ് ഈവ് ഫ്രം ചെന്നൈ. ആൻസർ ബി ആണ്. എ ഈവ് എന്നാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Complete the given sentence using a suitable preposition. The proposal had significant drawbacks, so she was angry dash my decision to accept it. Answer D, at. The proposal had significant drawbacks, so she was angry at my decision to accept it. Next question, which of the following is correctly spelled? ആൻസർ സി ആണ്. ലാപ്പിഡറി. ലാപ്പിഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കണത്? അതായത് രത്നമൊക്കെ ഉണ്ടാക്കണ ചാണക്ക് പിടിക്കുന്നവൻ, മിനുക്കു പണിക്കാരൻ എന്നുള്ള അർത്ഥമാണ്. അപ്പം സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്. എ ആണ് ആൻസർ. promenade. 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 Next question, she said to him, stay here until your turn comes. Report the given sentence. Answer C ആണ്. She requested him to stay there until his turn came. Next question, which of the following words is the antonym of the word defiance? Answer B ആണ്. Submission. Next question, identify the meaning of the idiomatic expression to make the wind out of sails. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ടു മേക്ക് ദ, അതായത് ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സർപ്രൈസ് സംവൺ എന്നുള്ള അർത്ഥമാണ്. വിത്ത് അൺപ്ലസന്റ് ന്യൂസ്, സ്റ്റൺ, ഷോക്ക് എന്നുള്ളതൊക്കെ അർത്ഥമാക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ഡെലീറ്റ് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എങ്ങാനും ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടു സർപ്രൈസ് സംവൺ എസ്പെഷ്യലി വിത്ത് അൺപ്ലസന്റ് ന്യൂസ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതായത് സ്റ്റൺ, ഷോക്ക്, പിന്നെ ഫ്ലാബർഗാസ്റ്റ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ അർത്ഥമായിട്ട് പറയാം. Next question, identify the underlined word with the correct parts of speech. A long night of traveling left me with bloodshot eyes. Answer A ആണ്. adjective ആണ്. bloodshot eyes അതായത് ഐസിൻ്റെ, അതായത് കണ്ണിനുള്ള വിശേഷണമായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് അത് adjective ആയത്. Next question, choose the correct question tag. Few people seem to understand these new regulations. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരിക? Do they? Few people seem to understand these new regulations. Do they എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക. Next question, complete the given sentence using a suitable phrasal verb. Everyone expected him to dash within a week and start succeeding. Answer A, come around. Everyone expected him to come around within a week and start succeeding. നെക്സ്റ്റ് മലയാളം നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അവർ ഡെലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ല് ഏത്? ആൻസർ സി, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. വായിച്ചു നോക്കുക.
അതില് 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. 2 കുതിര വണ്ടിയിലാണ് 2 കുതിരയെ കെട്ടിയിരിക്കണേ. അപ്പൊ 2 കുതിര കെട്ടിയ വണ്ടിയിൽ ആര് വന്നു? 4 ഭടന്മാർ കയറി വന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം ഏത്? മാങ്ങാക്കറീനെ എങ്ങനെ വിഗ്രഹിക്കുക? മാങ്ങയാൽ ഉള്ള കറി അല്ലെ? മാങ്ങയാൽ ഉള്ള കറി, ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി. മാനി, മാനൻ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാട് എന്ന അർത്ഥം വരാത്ത പദം ഏത്? സോറി, ഈ 96 നമ്മൾ ചെയ്തില്ല. ലാഭേച്ഛയോടെ വിലപേശൽ, ഈ അർത്ഥം വരുന്ന ശൈലി ഏത്? അത് സി ആണ്, കുതിര കച്ചവടം. ലാഭേച്ഛയോടെയുള്ള വിലപേശൽ എന്ന അർത്ഥം വരുന്നത് കുതിര കച്ചവടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാട് എന്ന അർത്ഥം വരാത്ത പദം ഏത്? ആൻസർ ബി ആണ്, കന്തരം. ഗുഹയ്ക്കാണ് കന്തരം പറയാ തോന്നുന്നു. കാന്താരം, വിപിനം, അടവി എന്നൊക്കെ കാടിനാണ് പറയാ. അപ്പൊ അർത്ഥം വരാത്തതാണ് ബി എന്നുള്ളത് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ എ ആണ്, പ്രയാസം, ആയാസം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. യാദൃച്ഛികം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. സി ആണ്, യാദൃച്ഛികം എന്നാണ് പറയാ. യാദൃച്ഛികം എന്ന് പറഞ്ഞാലും യാദൃച്ഛികം എന്നാണ് എഴുതുക. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. നമ്മ പ്ലസ് എ, നമ്മെ. ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.